ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ നവരാത്രി കാലത്തിന്റെ നിറവിലാണ് നാടും നഗരവും. നവരാത്രി നാളുകളിലെ പുണ്യദിനമായ മഹാനവമിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പൂജവയ്പും നടന്നു. ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും വീടുകളിലും സരസ്വതിയെ ധ്യാനിച്ചു പുസ്തകങ്ങളും എഴുത്തുപകരണങ്ങളും പൂജ വെച്ചു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. അക്ഷരോപാസകർക്കും വിവിധ കലോപാസകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവരാത്രി കാലം. നവരാത്രി നാളുകളിൽ വ്രതം നോറ്റ് വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുകയും വിദ്യാദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാനവമി ദിനത്തിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ തങ്ങളുടെ പണിയായുധങ്ങളും വിവിധ കലകൾ അഭ്യസിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പൂജയ്ക്ക് വെക്കുന്നു. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും വായനശാലകളിലും ഇന്നലെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. ഫാക്ടറികളിലും തൊഴിലിടങ്ങളിലും ആയുധപൂജ നടന്നു. മഹാനവമി ദിനമായ ഇന്നും ആയുധപൂജകളടക്കം നടന്നു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ ആയുധപൂജ ഭക്തിയുടെ നിറവിലും നടന്നു. പൂജാ ചടങ്ങുകൾക്കായി നിരവധി പേരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. മഹാനവമി ദിനത്തിൽ കാസർഗോഡ് കൊറക്കോട് ആര്യാകാർത്യായനി ക്ഷേത്രം, ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രം, മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം തുടങ്ങി ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയുധപൂജ, ലക്ഷ്മി പൂജ ചടങ്ങുകൾ നടന്നു. കലശപ്രതിഷ്ഠ, മഹാപൂജ, കലശവിസർജനം, പ്രസാദ വിതരണം ചടങ്ങുകളും നടക്കും. മിക്ക ക്ഷേത്രങ്ങളിലും കേന്ദ്രങ്ങളിലുമെല്ലാം വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.